ജനങ്ങളാണ് 24-ന്റെ ശക്തി. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇങ്ങനൊരു ദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. എൻ്റെ കേരളം, എൻ്റെ അഭിമാനം എന്ന കേരള യാത്രയുടെ സന്ദേശം ജനം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. പല ആൾക്കാരും വാട്സാപ്പ് വഴിയും മറ്റുള്ള പ്ലാറ്റ്ഫോം വഴിയൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഈ യാത്രയെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണവും ഞങ്ങൾ തേടി. അവർ മനസ്സ് തുറക്കുകയാണ് ഈ കാര്യത്തിൽ. കാക്കനാട് ഏരിയയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതിനെ ബലിയാടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യുവതികളെയൊക്കെ കേന്ദ്രീകരിച്ച് കുറേ ആളുകൾ ഇവിടെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് SKN സാറ് ഈ കാര്യത്തിൽ വളരെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടും മാധ്യമപ്രവർത്തകരിൽ ഞങ്ങൾ 24 ചാനലിൽ മിക്ക ദിവസവും കാണുന്നതാണ്. ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള 24 ചാനൽ വഴി ശ്രീകണ്ഠൻ സാർ ശ്രമിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള പല കാര്യങ്ങളും എടുത്തു കാണിക്കുന്നതിന് പ്രത്യേക പ്രാഗൽഭ്യം ആക്കിക്കുന്നൊരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരാളാണ്. ആ സംവാദം, അവരുടെ പുള്ളിക്കാരൻ്റെ അവതരണവും, പിന്നെ ആ ചാനലിൻ്റെ ഇപ്പോഴത്തെ ഒരു നന്മയുടെ ഭാഗത്തേക്കുള്ള ആ ചലനം, അതുകൂടാതെ പുള്ളി ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ ആളുകൾക്ക്. കലാകാരന്മാരുടെ കുടുംബത്തിനാണെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ കുടുംബത്തിന് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ആ ചാനലിൻ്റെ നന്മയ്ക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ലഹരിക്കെതിരെയുള്ള ഏത് യാത്രയ്ക്കും നമ്മൾ തയ്യാറാണ്. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇനി വരാൻ പോണ തലമുറ നമുക്ക് അവരെങ്കിലും ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിലാകണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ അടിപൊളിയാണ്, ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തീർച്ചയായിട്ടും സപ്പോർട്ടാണ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. പഴയ പരിപാടികൾ പോലെ അല്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവായിട്ട് കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അത് ആക്ച്വലി നല്ലതാണ്. പുള്ളിയുടെ ഗ്രോത്ത് തന്നെയാണല്ലോ നമ്മൾ കാണുന്നതാണല്ലോ, കുഞ്ഞിലോട്ട് കാണുന്നതാണ്. ഏഷ്യനെറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ ആ പരിപാടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പോസിറ്റീവ് വൈബുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന ഇതിന് കേസസ് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ് ഫോർ യു SK ആൻഡ് നിങ്ങളുടെ ലഹരിക്കെതിരെയുള്ള യാത്രയ്ക്കായിട്ട്. പുള്ളിയുടെ അവതരണ ശൈലി നമുക്ക് ഇഷ്ടമാണ്. പുള്ളിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. 40 വർഷം തേക്കുന്നതിൻ്റെ കുറച്ചായിട്ട് കാണുന്നില്ല. നമുക്ക് കണ്ടിരിക്കാൻ നല്ല ഇഷ്ടം തോന്നുന്നു. നല്ല സാറാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാ പരിപാടിയും സാറിൻ്റെ വാർത്താ ചാനലിലൊക്കെ കേൾക്കാറുണ്ട്. നല്ല അഭിപ്രായമാണ്. വെച്ചാൽ എല്ലാവരും അതുപോലെ ഒരുമിച്ച് വന്നാലേ നമുക്ക് നാടിന് നല്ല ഒരിതാണ്. യുവാക്കളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും അവരിൽ നിന്ന് ലഹരി ഇതൊക്കെ മോചിപ്പിക്കാനും പറ്റണം നമുക്ക്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സംയുക്തമായി, അതായത് പ്രേക്ഷകരും പ്രക്ഷേപകരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ കേരള യാത്ര, എൻ്റെ കേരളം എൻ്റെ അഭിമാനം, ആ അഭിമാനത്തിന് മുറിവേൽപ്പിക്കാൻ ആരെയും നമ്മൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ വീടുകളിൽ വീടാന്തരം പ്രേക്ഷകരൊക്കെ നേരിട്ട് കാണാൻ ഞാൻ നിങ്ങൾക്ക് അരികിലേക്ക് വരികയാണ്. അപ്പോൾ വലിയൊരു സംഘമാണ് കേരളത്തിൽ യാത്ര ചെയ്യുന്നത്. 14 ജില്ലകളും നമ്മൾ കടന്നു പോകും. അപ്പോൾ ഒരുപക്ഷെ ഇതൊരു വലിയ അണിചേരലാണ്. സമൂഹത്തിൻ്റെ മാറ്റം നേരായ വഴിക്ക്, അല്ലെങ്കിൽ സമൂഹത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു യാത്ര കൂടിയാണിത്. സാധാരണ കക്ഷി രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഒരു യാത്രയാകരുത്. സ്വീകരണ പരിപാടികളൊന്നും ഉണ്ടാകില്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുന്നു. ഒരു അനുഭവ സമ്പത്ത് നാടിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനുള്ള ഞങ്ങളുടെ തീവ്രമായ ശ്രമത്തിൽ അണിചേരുക.